രഹസ്യങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന സീക്രട്ട് ഫയൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും പവിത്രമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: അമ്മ എന്ന സത്യം. അമ്മ തരുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം വയ്ക്കുവാൻ മറ്റൊരു ബന്ധത്തിനും കഴിഞ്ഞിട്ടില്ല. അത്രയേറെ പവിത്രതയോടെയാണ് നാം ഓരോരുത്തരും ഈ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു അമ്മയുടെ ദുരന്ത കഥയാണ് ഞങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത്. സംഭവം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന ഗ്രാമത്തിൽ. കാമുകന്മാർക്ക് വേണ്ടി അമ്മ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് വാട്ടർ ടാങ്കിനുള്ളിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഒരുപാട് ദുരൂഹതകൾ തളം കെട്ടി നിൽക്കുന്ന ആ സംഭവത്തിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി, അതിലേറെ ഉത്തരങ്ങൾ തേടി. നേരം പുലരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. അതിരാവിലെ തന്നെ അവിടേക്ക് പുറപ്പെടണം. 2 ദിവസമായി കടയ്ക്കാവൂരിൽ നിന്നും ഞങ്ങൾക്ക് തുടരെ ഫോൺ കോൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നിനും ഒരു സ്ഥിരീകരണവുമില്ല. എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങളും കേട്ട വാർത്ത അത്ര കാര്യമായി എടുത്തില്ല. പക്ഷെ ഇന്നലെ രാത്രി വന്ന ഫോൺ കോൾ കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു. അത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു കീഴാറ്റിങ്ങൽ എന്ന സ്ഥലത്തേക്ക്. പക്ഷെ വഴി ഒരു തിട്ടവുമില്ല. സംഭവം പുറത്താരും അധികം അറിയാത്തതുകൊണ്ട് ആരോടും ചോദിച്ചറിയാനും മാർഗമില്ല. പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ ഫ്ലാഷ് ലേഖകൻ കൃഷ്ണകുമാർ ഇടമനയ്ക്ക് സ്ഥലത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപമുണ്ട്. ആ ധൈര്യത്തിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. മുൻവിധികളില്ലാത്ത യാത്ര. ഒരു കാര്യം മാത്രം അറിയാം. കേട്ട സൂചന ഇതാണ്: കാമുകന്മാരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മ 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊന്നു. ഇതാണ് വാർത്ത. ഇനി ഇതിന്റെ നിജസ്ഥിതി അറിയണം. അത് ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിനായി ഞങ്ങൾ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവഴികളും കയറിയിറങ്ങി. ഞങ്ങളുടെ വാഹനം ഏതോ മൺപാതയിലെത്തിക്കഴിഞ്ഞു. വഴിയോരത്തെങ്ങും ആരെയും കാണുന്നുമില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. ആരോ ഒരാൾ ഞങ്ങൾക്ക് അഭിമുഖമായി നടന്നു വരുന്നു. കണ്ടിട്ട് ഈ നാട്ടുകാരൻ തന്നെ. അയാൾക്കരികിലേക്ക് ഞങ്ങൾ വാഹനം നിർത്തി. ഞങ്ങൾ ഇത്രമാത്രം അയാളോട് ചോദിച്ചു: ഒരു സ്ത്രീ കുഞ്ഞിനെ കൊന്ന വീട് ഏതാണ്? ഇത്രമാത്രം. അയാൾ ഞങ്ങളെ രൂക്ഷമായി ഒന്ന് നോക്കി. എവിടുന്ന് വരികയാ? പത്രത്തിൽ നിന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. പിന്നെ അയാൾ ആ കഥ ചുരുക്കമായി പറഞ്ഞു, ആ ഗ്രാമീണന് അറിയാവുന്ന വിധത്തിൽ. അവരെ വാടകയ്ക്ക് താമസിച്ചത് ഇവിടെ ഒരു പുള്ളിയുടെ ഒരു പോലീസിൻ്റെ ഇട്ടാണ് താമസിച്ചത്. പുള്ളി അവിടെ താമസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കയറ്റി പറഞ്ഞിട്ടുള്ള പതിവില്ല. ഇറങ്ങേണ്ട വാതിലിൻ്റെ അവിടെ തുറക്കേണ്ട പതിവില്ല. ആളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ വഴിയാണ് അങ്ങോട്ടേക്കോട്ട് പോകുന്നതാണ്. എൻ്റെ വീട് അവിടെ സ്വപ്പം മാറിയാണ്. എന്നിട്ട് ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ചെറുപ്പക്കാരിയാണ്, വെളുത്തവളാണ്, കട്ടയാണ് എന്നൊക്കെ കേട്ടുള്ള അറിവുകൾ. ആളെ കണ്ടിട്ടില്ല, ആളിനെ കണ്ടിട്ടില്ല. ഓട്ടോക്കാർ അവിടെ വണ്ടിയൊക്കെ കൊണ്ടുവിടും, ഇതേ കണ്ടിട്ടുള്ളൂ. ഇവനൊന്നും അവിടെ തങ്ങൂല. സഹകരണം ഉണ്ടെങ്കിലേ നമ്മൾ എന്തെന്ന് ഏതെന്ന് ചോദിക്കും. ഇത് പോകുന്ന വഴി
നമ്മളിത് കാണും. സംഭവം എന്താണെന്ന് ആർക്കും അത്ര നിശ്ചയമൊന്നുമില്ല. ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ കൊന്നു, അത്രമാത്രം അറിയാം. പിന്നെ അയാൾ വഴികാട്ടിയായി ഞങ്ങളോടൊപ്പം കൂടി. അയാൾക്ക് ആ വീടറിയാം. പാടവരമ്പുകളും ചെറിയ കൈവഴികളും പിന്നിട്ട് അയാൾ ഞങ്ങളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ചന്ദ്രപ്രഭ എന്ന കൊലയാളിക്ക് വീട് വാടകയ്ക്ക് നൽകിയ വീട്ടുടമസ്ഥയെ ഞങ്ങൾ കണ്ടു. അവിചാരിതമായി ഞങ്ങൾക്ക് മുന്നിൽപ്പെട്ടതാണ് അവൾ. വീട് കൊടുക്കാനുണ്ടായ സാഹചര്യം അവർ വിശദീകരിച്ചു. കൊണ്ടുവന്ന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. 2 കൊല്ലം കൊണ്ട് താമസിക്കായിരുന്നു. ഭർത്താവ് ഗൾഫിലാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോൾ ഒരു നാനോ കാറ്, സ്കൂട്ടി, പിന്നെ ഒരു ഓട്ടോ. അപ്പം ഇയാളെ ഓട്ടിക്കാൻ ഒരു പയ്യൻ വരുമായിരുന്നു ഇവിടെ. അപ്പം ഈ വാടകയ്ക്കാണ് ഓടിച്ചിട്ട് പൈസ കൊണ്ട് കൊടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പം അയാളുമായിട്ട് അലയൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. തിരിച്ച് വൈകുന്നേരം വന്ന് ഇയാൾ ആട്ടോ ഒതുക്കിയിട്ട് പോകും. അപ്പോൾ ഇയാൾ ഗൾഫിലായിരുന്നു, അത്രേ നമുക്കറിയാവൂ. പിന്നെ ഭർത്താവ് ഗൾഫിൽ വന്നിട്ട് 2ാമത്തെ വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. വന്ന് വാടകയൊക്കെ കറക്റ്റായിട്ട് തരുമായിരുന്നു. അപ്പം വന്ന് നമ്മളവിടെ വന്ന് ഇയാളാണ് ഭർത്താവെന്ന് നമുക്ക് കാണിച്ചു തന്നു, അത്രേ നമുക്കറിയാവൂ. അല്ല, ഓട്ടോക്കാരല്ല, മറ്റേ ആൾ. പിന്നെ ഇയാളിപ്പം വിസ തീർന്നും വന്ന് ഈ ഓട്ടോക്കാരനായിട്ട് അവർക്ക് അലയൻസ് ഉണ്ടെന്ന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. അപ്പം നമ്മൾ ഇവൾ ഗർഭിണിയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പതി വെച്ച് പിന്നെ എഴുതി കൊടുത്തു 11 മാസത്തേക്ക്. അപ്പം മാറാൻ പറഞ്ഞിട്ട് പിന്നെ മാറൂല, ഒരാഴ്ചക്കകത്ത് മാറാൻ പറഞ്ഞു. ഈ ഇങ്ങനത്തെ പ്രശ്നം ഇഷ്യൂസ് വന്നുകൊണ്ട് ഇയാളും ഓട്ടോക്കാരനുമായിട്ട് പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് വിജിലൻസിലാണ്. അപ്പം വിളിച്ച് പറഞ്ഞുകൊണ്ട് മാറാൻ പറഞ്ഞുകൊണ്ട് ഇവർ മാറൂല. ഒരാഴ്ച സമയം, 2 ആഴ്ച സമയം, അതിനിടയ്ക്കാണ് ഇത് ചെയ്തത്. അറിയാവുന്ന വിവരങ്ങൾ മാത്രം നൽകി അവർ പോയി. ഇനി 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആത്മാവലഞ്ഞു തിരിയുന്ന ആ വീട്ടിലേക്കുള്ള യാത്ര. അമ്മ എന്ന വാക്കിനെ കളങ്കപ്പെടുത്തിയ ഞെട്ടിക്കുന്ന ആ കഥയാണ്. ലോകത്തൊരു മാതാവും ചിന്തിക്കാത്ത പ്രവൃത്തിയാണ് ചന്ദ്രപ്രഭ എന്ന സ്ത്രീയിൽ നിന്നും പിന്നീടുണ്ടായത്. കാമുകന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കുട്ടിയെ കൊലപ്പെടുത്താനായി വീടിന് മുകളിലെ ടാങ്കിനരികിലേക്ക് അവൾ ചെന്നു. അപ്പോഴും ഒക്കത്തിരുന്ന കുഞ്ഞ് അവളുടേതായ ഭാഷയിൽ അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ചന്ദ്രപ്രഭ ഗൗനിച്ചില്ല. അവളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു, കുഞ്ഞിനെ കൊലപ്പെടുത്തുക. ഒരു മാതാവിൻ്റെ പൈശാചിക കൃത്യത്തിൻ്റെ കഥ തുടരുന്നു. ചന്ദ്രപ്രഭ എന്ന 28-കാരി 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് താമസിച്ച വീടാണിത്. രണ്ടു വർഷത്തോളമായി താമസം തുടങ്ങിയിട്ട്. പക്ഷെ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ ആരൊക്കെയാണ് വന്നു പോകുന്നതെന്നോ ആർക്കും അറിയില്ല. ചന്ദ്രപ്രഭ മനഃപൂർവ്വം നാട്ടുകാരുമായി അടുത്തിരുന്നില്ല. എല്ലാം ഒരു ചിരിയിലൊതുക്കി. ചിലപ്പോൾ അവർ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ ആയിരിക്കും. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം കാണാറില്ല, അകത്താണ് ഇരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വെളിയിൽ വെച്ച് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുക, അത്രേ ഉള്ളൂ. സ്വന്തം കുഞ്ഞിനേക്കാളും വേറെ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച ഒരു അമ്മയാണ് അവിടെ കാണുന്നത് അല്ലേ? കുഞ്ഞിനെ കൊടുത്ത കൊന്നു കളഞ്ഞതിന് വേറെ എന്തെങ്കിലും ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് നല്ലോണം തന്നെ കൊച്ചിനെയൊക്കെ നോക്കിയത്. ഇഞ്ചക്ഷനൊക്കെ കറക്റ്റ് സമയത്ത് എടുക്കുകയൊക്കെ ചെയ്യും. കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൊച്ചിന്? ശരി, കുഴപ്പമൊന്നുമില്ല, നല്ല സാധാ കൊച്ചു തന്നെ, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമുള്ള കൊച്ചു? ആ, ആരോഗ്യമുള്ള കൊച്ചൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. പ്രസവിച്ച് കിടന്നപ്പോഴാണ് പോയി കണ്ടത്. ഇനി ചന്ദ്രപ്രഭയെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാതൃത്വത്തിന്റെ പുതിയ അവതാരം. സ്വന്തം സുഖത്തിനു വേണ്ടി രക്തബന്ധം പോലും അറുത്തുമാറ്റിയ കൊടും കുറ്റവാളി.
അല്ലെങ്കിൽ പിന്നെ സ്വന്തം വയറ്റിൽ ജനിച്ച കുഞ്ഞ് മരണവെപ്രാളത്തിൽ പിടയുന്നത് കാണുമ്പോൾ ഒരമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയുമോ? അതും സ്വന്തം കൈകൊണ്ട് വെള്ളത്തിൽ മുക്കി കൊല്ലുക, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മാനസിക രോഗിയായി അഭിനയിക്കുക. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത നാടകമാണെന്ന് ആർക്കാ മനസ്സിലാകാത്തത്? ചിത്രത്തിലെ സീനുകളെല്ലാം ഇവിടെ അരങ്ങേറി കഴിഞ്ഞു. ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഞാനും ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് സമ്മതിക്കാൻ ഈ വ്യാപാരമെല്ലാം കയറി വന്ന് എന്നെ അടിക്കാൻ മാത്രം ചെയ്യുന്നു. കയ്യിലേക്ക് എന്ത് പറ്റിയത്? കൈയൊക്കെ അറുത്ത്. ആര്? ഞാൻ സ്വന്തമായി. അന്നൊന്നും നീ ഒന്നും വന്നില്ലല്ലോ വീട്ടില്. അപ്പോഴൊക്കെ നീ അതായത് രംഗം കാണണ്ടായിരുന്ന വീട്ടിൽ വെച്ച് അജേഷും സരനും ചേർന്ന് എന്നെ ഉപദ്രവിക്കുകയും കെട്ടിയിടുകയും. അജേഷ് കാമുകന്റെ സനല് എന്റെ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്നവൻ. ഗൾഫിലുള്ള ആളാണ്. ഓ, നിങ്ങൾ ഗൾഫിൽ ഇറക്കുമതിയാണ്. ഗൾഫെന്ന് കേട്ടാലേ ചോദിക്കുമെന്ന്. നിങ്ങൾ ഇന്നലെ കേരളാ മതി ഇന്ത്യ പിറകിടക്കുക. നമുക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയില്ല. രാജേഷാണ് കൊച്ചിന്റെ അച്ഛൻ. ഇനി ചന്ദ്രപ്രഭയെ കൊലയാളിയാക്കിയതിന് പിന്നിലെ കഥാപാത്രങ്ങൾ. ദാ നിൽക്കുന്നു രണ്ട് കാമുകന്മാർ. ഇത് ഒറിജിനൽ അല്ല, രണ്ടും ഡ്യൂപ്ലിക്കേറ്റുകളാണ്. ഒറിജിനൽ ഭർത്താവ് 2 വർഷം മുമ്പ് ഡൈവേഴ്സ് വാങ്ങി എവിടേക്കോ രക്ഷപ്പെട്ടു. പിന്നെ ഇവരുടെ ആട്ടക്കലാശമായിരുന്നു ഇവിടെ. ഈ നിൽക്കുന്നത് ഗൾഫുകാരനായ കാമുകൻ. വയറിംഗ് ആണ് ജോലി. ഇയാൾ ഓട്ടോറിക്ഷ തൊഴിലാളി. ഗൾഫുകാരന് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഓട്ടോറിക്ഷക്കാരൻ കെട്ടിയിട്ടുമില്ല. ഗൾഫുകാരൻ പാവമാണെന്ന് പറയാനും അവനെ വെറുതെ വിടണം എന്നാവശ്യപ്പെടാനാണ് ഈ അമ്മ എത്തിയിരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സാധു സ്ത്രീ എന്തറിഞ്ഞു? പിന്നെ ഇവനെ ഒരു പറ്റിയെന്ന് വെച്ചാൽ ഇവളെ പേര് വെച്ച് ഒരു വണ്ടി എങ്ങാണ്ട് ഇവൻ എടുത്തപ്പോൾ ശരിക്കും പൈസ ഇവള് കയ്യിലാക്കി. ഇപ്പം അവളെ അച്ഛനും അവളെ മാമനും പറയണതാണ് ഇവനെ വെച്ച് മുതലെടുത്തിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നു. വേറെ ഓട്ടോക്കാരൻ്റെ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിന്നലെ അന്ന് മൊഴി പറയാനായിരുന്നില്ല, ഇവർ വിളിച്ചില്ല. അതുകൊണ്ട് അവരങ്ങ് പോയി. ഇപ്പോൾ സമയമായപ്പോൾ ആരും ഇല്ല. എൻ്റെ പൊന്നൂന് ഞാൻ മാത്രം അവൻ്റെ അപ്പയും മരിച്ചുപോയി. ആരുമില്ല. എൻ്റെ മോനെ ഇരുന്ന് രക്ഷിക്കണം. ഭർത്താവ് പിണങ്ങിപ്പോയതോടെ ചന്ദ്രപ്രഭയുടെ ജീവിതത്തിൽ ഗൾഫുകാരൻ കടന്നെത്തി. അയാൾക്ക് വലിയ മക്കളുണ്ടെന്നോ ഭാര്യയുണ്ടെന്നോ ഒന്നും ചന്ദ്രപ്രഭ അന്വേഷിക്കാൻ പോയില്ല. തന്റെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. പോരെങ്കിൽ വരുമാന മാർഗമായി കാറും ഓട്ടോറിക്ഷയും എല്ലാം അയാൾ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ എന്തിന് കിഴിഞ്ഞന്വേഷിക്കണം? ഗൾഫുകാരൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തന്റെ വിശ്വസ്തനെ തന്നെ ഏർപ്പെടുത്തി. പക്ഷേ ഓട്ടോറിക്ഷയ്ക്കൊപ്പം ഡ്രൈവറെയും ചന്ദ്രപ്രഭ സ്വന്തമാക്കി എല്ലാ വിധത്തിലും. അങ്ങനെ ചന്ദ്രപ്രഭയ്ക്ക് പുതുതായി 2 ഭർത്താക്കന്മാരെ കിട്ടി. ഓട്ടോറിക്ഷ ഡ്രൈവറും ഗൾഫുകാരനും. ചന്ദ്രപ്രഭയുടെ ജീവിതം ആനന്ദലഹരിയിലേക്ക്. മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ലീഗലി മാരീഡ് ആയിരുന്നു. അതിനുശേഷം അത് ഡൈവേഴ്സായി. ഡൈവേഴ്സായതിനു ശേഷം ഇവർ പല സ്ഥലത്തായി ഇങ്ങനെ വാടകയ്ക്ക് മറ്റും താമസിച്ചു വരും.
പിന്നെ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കീഴാറ്റിങ്ങൽ വാടകയ്ക്ക് താമസിച്ചവരും. ഇവരുടെ കൂടെ ഇപ്പോൾ 2 പേരുടെ പേര് പറയുന്നുണ്ട്. പരസ്പര ധാരണയോടെയുള്ള ഒരു ബന്ധമായിരുന്നു കാമുകന്മാരും യുവതിയും തമ്മിലുള്ളത്. ഗൾഫുകാരനായ യുവാവ് തിരിച്ചു പോകുമ്പോൾ ചന്ദ്രപ്രഭയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് നാട്ടിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷേ യുവതിയിൽ ഒരു കുട്ടി ജനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടക്കമാകുന്നത്. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ക്ലൈമാക്സ് ആണ് ഇനി. ചന്ദ്രപ്രഭയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. നല്ല ഓമനത്വമുള്ള ഒരു പെൺകുഞ്ഞ്. കുഞ്ഞിനെ കാണാൻ ഈ വാടക വീട്ടിൽ ആരൊക്കെയോ വന്നുപോയി. ചടങ്ങുകൾ ആഘോഷമായി തന്നെ നടന്നു. ഈ വീട്ടിൽ ഒരു അഗ്നിപർവ്വതം ആളിക്കത്തുകയായിരുന്നു. കുഞ്ഞെന്ന അഗ്നിപർവ്വതം. ചന്ദ്രപ്രഭയ്ക്ക് കുഞ്ഞു ജനിച്ചു, സത്യം തന്നെ. പക്ഷെ ആരുടെ? ഇതാണ് ചോദ്യം. ഗൾഫുകാരന്റെയോ അതോ ഓട്ടോറിക്ഷ ഡ്രൈവറുടെയോ? ആകെ കൺഫ്യൂഷനായല്ലോ. ഗൾഫുകാരനും ഡ്രൈവറും തലപുകഞ്ഞ് ആലോചിച്ചു. ആലോചനയ്ക്കൊടുവിൽ 2 പിതാക്കന്മാരും കൈയൊഴിഞ്ഞു. പിന്നെ ഒരേ ഒരു മാർഗം മാത്രം. ഒടുവിൽ ചന്ദ്രപ്രഭയും ആ തീരുമാനത്തിലെത്തി. കാമുകന്മാർ പറഞ്ഞതുപോലെ അനുസരിക്കുക. അങ്ങനെയെങ്കിൽ 2 പേരും നഷ്ടപ്പെടില്ല. കുഞ്ഞിനെ കൊല്ലുക. ഇതുമാത്രമായിരുന്നു അവരുടെ മനസ്സിലെ ഏക ഉത്തരം. പോകുന്നത് ഒരു ജീവൻ, കിട്ടുന്നതോ 2 ജീവനുകളെ. അതുമാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ. ചന്ദ്രപ്രഭ നാടകം തയ്യാറാക്കി. പോലീസിനോട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വച്ചു. ഇങ്ങനെയാണ് ചന്ദ്രപ്രഭ പഠിച്ചു വച്ചത്. രാത്രി കട്ടിലിൽ കിടന്നുറങ്ങി. കുഞ്ഞ് നിലത്തും. ഉറക്കത്തിൽ കുഞ്ഞിന്റെ മുകളിലേക്ക് അറിയാതെ വന്ന് വീണുപോയി. കുഞ്ഞ് ചത്തു. ഇതാണ് കഥ. അന്നേരം ചത്തായില്ലെന്ന് അറിഞ്ഞില്ല. പിന്നീടല്ലേ ഞങ്ങൾ അറിഞ്ഞത് ചത്തതെന്നു. പോലീസ് കൊച്ചു മരിച്ചിട്ടുണ്ടാവും. അവര് വിളിച്ച് പറഞ്ഞതായിരിക്കും, കൊച്ചിന് സുഖമില്ലാന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞായിരിക്കും. അതേ നമുക്കറിയാവുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കൊച്ചു മരിച്ചെന്ന്. ചന്ദ്രപ്രഭയുടെ തിരക്കഥയെല്ലാം പൊളിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചന്ദ്രപ്രഭയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു. റിപ്പോർട്ടിൽ കുഞ്ഞു മരിച്ചത് വെള്ളം ശ്വാസകോശത്തിൽ കയറിയതാണെന്ന് വ്യക്തമായിരുന്നു. അതുപോലെ പോലീസിന് തത്ത പറയുന്നത് പോലെ ചന്ദ്രപ്രഭ ആ സംഭവം മുഴുവൻ പോലീസിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടറെ ചോദിച്ചപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നിയത്. ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ വെള്ളം, ലങ്സിൽ വെള്ളം പോയിട്ടുണ്ട്. ശ്വാസം മുട്ടി മരിച്ചതാകാം എന്നുള്ള ഒരു നിഗമനവും ബോഡിയിൽ ഒരുപാട് പ്രഷർ ചെലുത്തിയതിൻ്റെ ഒരു ഇത് 2 പോസിബിലിറ്റി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ വെള്ളം ഉള്ളിൽ ചെന്നതെന്ന് ഉള്ള സാധ്യത പറഞ്ഞപ്പോഴാണ് നമുക്ക് സംശയം വന്നത്. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് കഥ പറയുന്നത്, സംഭവം പറയുന്നത്. വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ കുഞ്ഞിന്റെ തലമുക്കി കൊന്നുകളഞ്ഞു. പിന്നെ ആ ജഡത്തിനൊപ്പം ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങി. അല്പനേരം കഴിഞ്ഞ് ആ ജഡത്തെയും എടുത്തുകൊണ്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും മുന്നിൽ ഒരു നാടകം. എല്ലാം ഈ കള്ളക്കാമുകന്മാർക്ക് വേണ്ടിയാ. കുഞ്ഞിനെ കൊന്നാൽ സ്വീകരിക്കാമെന്ന വാഗ്ദാനത്തിൽ ചെയ്ത മഹാപരാധം. ഇവരെന്നെ ഉപദ്രവിക്കരുത്. ഇനിയുള്ള ജീവിതം അജീഷിനോടൊപ്പം മാത്രമായിരിക്കണം. ഇനി ഞാൻ ആരെയും പ്രതി ചേർക്കില്ല, ആരുടെയും കുഞ്ഞിനെ പ്രസവിക്കില്ല. ക്യാമറാമാനോടൊപ്പം, കേരള കൗമുദി ക്യാമറാമാനോടൊപ്പം
നിന്റെ പല്ലി കൊള്ളാവിടെ സ്വർണ്ണപ്പല്ലി കെട്ടി വെച്ച് നീ ഇവരെല്ലാം തന്നെ പിടിച്ചോണ്ട് പോടാ. ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഓരോ ദിവസവും ഉണരുന്നത്. ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരുപാട് ചിത്രങ്ങൾ നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരനും തമ്മിലുള്ള ബന്ധം എല്ലാം ഇന്ന് അന്യമായി കഴിഞ്ഞു. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ചന്ദ്രപ്രഭയുടെ ഈ കഥ. ചന്ദ്രപ്രഭയുടെ ദുരന്ത വാർത്ത ഈ നാട്ടിൽ അലയടിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ. ഞങ്ങളുടെ വിലാസം: ദി പ്രൊഡ്യൂസർ, സീക്രട്ട് ഫയൽ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.